ഇവിടെ ഒരു 100 സംതിങ് 200-ൽ താഴെ വോൾട്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്ലൈകളൊക്കെയാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സപ്ലൈ നഷ്ടപ്പെട്ടു. ഇപ്പോൾ IGBTയുടെ സപ്ലൈ നോക്കണം. അതുപോലെ തന്നെ ഇവിടെ 18 വോൾട്ട് അതെല്ലാം കറക്റ്റാണോ എന്ന് അറിയണം. ഇപ്പോൾ എന്താ ഡയോഡിൻ്റെ അവിടുന്ന് ഒരു നെഗറ്റീവിൻ്റെ വയർ, അതായത് ഈ കാണുന്ന ബ്രിഡ്ജ് ഡയോഡിൻ്റെ ഇത് പോസിറ്റീവ് പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് മൈനസ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഈ ഡയോഡിൻ്റെ ഈ നെഗറ്റീവ് ഭാഗത്തുനിന്ന് ഒരു വയർ ഞാനിങ്ങനെ സോൾഡർ ചെയ്ത് നമ്മുടെ മീറ്ററിൻ്റെ പ്രോബിലേക്ക് കൊടുത്തിരിക്കുക. അത് ഇവിടുത്തെ മീറ്ററിൻ്റെ പ്രോബിലേക്ക് ഈ ഗ്രൗണ്ട് വയർ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് പ്രോബ് ഒന്ന് കയ്യിലെടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ആ സിസ്റ്റം ഒന്ന് ഓണാക്കുവാണ്. ഓക്കെ, 5 വോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ബസർ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അത് നമുക്കിതിൻ്റെ വോൾട്ടേജൊക്കെ ഒന്ന് നോക്കാം. മീറ്റർ ഞാനിവിടെ ആദ്യം ഒരു 20ലേക്ക് സെറ്റ് ചെയ്തു. നമുക്കിതിൻ്റെ 18 വോൾട്ട്, അതായത് ഈ കാണുന്ന കപ്പാസിറ്ററിൻ്റെ താഴത്താണ് 18 വോൾട്ട് വരുന്നത്. അവിടെ ആദ്യം ഒരു 18 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കണം. അതിവിടെ ഒരു 450 വോൾട്ട് കപ്പാസിറ്റർ ഉണ്ട്. അതുകൂടാതെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കപ്പാസിറ്റർ കാണാൻ സാധിക്കും. അത് 25 വോൾട്ട് ഒരു കപ്പാസിറ്റർ കാണാൻ സാധിക്കുന്നതാണ്. ഒരു 220 mF ഒക്കെ വരുന്ന കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ താഴത്തെ ഭാഗത്ത് കറക്റ്റ് വോൾട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് ആ വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കപ്പാസിറ്ററിനെ താഴ്ത്തുനിന്ന് വെക്കുകയാണ്. ഓക്കെ, ആ 18 വോൾട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് IGBTയുടെ അവിടെ ഈ വോൾട്ട്, അതായത് 300 വോൾട്ട് അവിടെ വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഈ മീറ്റർ 600ലേക്ക് സെറ്റ് ചെയ്യണം, DC. ആദ്യം ഡയോഡിൽ നിന്ന് വരുന്നുണ്ടോ എന്നറിയണം. ഇവിടെ ഒരു 100 സംതിങ് 200-ൽ താഴെ വോൾട്ട് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ആ കപ്പാസിറ്ററിലേക്ക് ലൈൻ ചെല്ലുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന 5 MFൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിലേക്ക് ഈ പറയുന്ന ലൈൻ ഇവിടുന്ന് ബ്രിഡ്ജ് ചെയ്ത് വരുന്ന ലൈൻ വരുന്നില്ല. ഈ ലൈൻ തന്നെയാണ് നേരെ നമ്മുടെ IGBTയുടെ കളക്ടറിലേക്കും ചെല്ലേണ്ടത്. അപ്പോൾ IGBTയുടെ കളക്ടറിലേക്ക് ഉള്ള വോൾട്ടേജും കൂടി നമുക്ക് നോക്കാം. ഈ വോൾട്ടേജ് അവിടെ വരുന്നില്ല. കാര്യം അത് വരാത്തതിൻ്റെ കാര്യം ഇത് ഈ ഒരു കോയിൽ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. ഈ കോയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൽ പോയതുകൊണ്ടാണ് ഈ IGBTയിലേക്കുള്ള കളക്ടറിലേക്ക്, അതായത് നടുക്ക് വരുന്ന ലൈൻ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ നിന്നും ഉള്ള ഫിൽറ്ററിങ് നടക്കുന്നില്ല. അപ്പോൾ
വോൾട്ടേജ് കുറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഈ നമ്മുടെ IGBTയുടെ ഡ്രെയിൻ പിന്നിലേക്ക് ഈ നമ്മുടെ ആ വരുന്ന 300 വോൾട്ട് അടുത്തുള്ള സപ്ലൈ ഇവിടെ കിട്ടുന്നുമില്ല. അപ്പോൾ നമുക്ക് ആ കോയിലൊന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കാം. അതോടുകൂടി ഈ 0 എറർ മാറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കോയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് ഒന്ന് പ്രോബ് കൊടുത്ത് നോക്കി. ഓക്കെ, ഇവിടെ 300 വോൾട്ട് അടുത്ത് വരുന്നുണ്ട്. നേരത്തെ 100 സംതിങ് വോൾട്ടേ ഉള്ളായിരുന്നു. നമുക്ക് IGBTയുടെ ഡ്രെയിനിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വോൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കോയിൽ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കപ്പാസിറ്ററിലേക്കൊക്കെ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ എറർ മാറി, E0 എന്നുള്ള എററൊക്കെ മാറിയിട്ടുണ്ട്.